ഹലോ മൈ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽസ് മിനീസ് ലിറ്റിൽ വേൾഡ്. ഇനി നമുക്ക് ന്യൂയോർക്കിലെ ഒരു ഫേമസ് ബീച്ചിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. സമ്മർ ടൈമിൽ ഇവിടുത്തെ ബീച്ചിൽ വളരെ തിരക്കാണ്. കുട്ടികളും പേരൻസും എല്ലാമായിട്ട് അവരൊരു ഔട്ടിങ് മാതിരിയാണ് അവർ എൻജോയ് ചെയ്യുന്നത്. ചൂടാണ്, നല്ല ചൂട് സമയത്ത് എല്ലാവരും വീക്കെൻഡിലെ ബീച്ചിലായിരിക്കും. കൂടുതലും ബീച്ച് ക്രൗഡായിട്ട് വരുന്നത് വീക്കെൻഡിലാണ്. കാരണം മൺഡേ ത്രൂ ഫ്രൈഡേ കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും വീക്കെൻഡിലേക്കാണ് ബീച്ചിലേക്ക് പോകുന്നത്. ഒരു ഔട്ടിങ് മാതിരി നമുക്ക് കഴിക്കാനുള്ള ഫുഡുകളും അവിടെ സ്റ്റേ ചെയ്യാനുള്ള അംബ്രല്ലയും എല്ലാമായിട്ട് നമുക്ക് ഇന്ന് ബീച്ചിലേക്ക് ഒന്ന് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് വരാം. നിങ്ങൾക്കെല്ലാവർക്കും അമേരിക്കയിലെ ബീച്ചിലെ വ്യൂസ് കാണാൻ താല്പര്യമുണ്ടെന്നറിയാം. അപ്പോൾ എന്നോടൊപ്പം പോന്നോളൂ, നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കണ്ടുവരാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ കമൻ്റ് ഇടാൻ മറക്കരുതേ. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ബീച്ച് നല്ല തിരക്കാണ്. കുട്ടികളുണ്ട്, സ്കൂൾ ഓഫായതുകൊണ്ട് കുട്ടികളും പേരൻസും ഫാമിലീസും എല്ലാം എൻജോയ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഈ ബീച്ചിൻ്റെ പേര് സെൻറ്റ് ജോൺസ് ബീച്ച്, ലോങ് ഐലൻഡ് ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടുത്തെ റെസിഡൻസി ഉള്ളത് കൊണ്ട് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റും. ലോങ് ഐലൻഡിൽ താമസിക്കുന്ന അല്ലാത്തവരാണ് വരുന്നതെങ്കിൽ നമ്മൾ $10 കൊടുക്കണം എൻട്രി ചെയ്യാനായിട്ട്. നാസർ കൗണ്ടി താമസിക്കുന്ന എല്ലാവർക്കും ഇവിടെ ഫ്രീ ആണ്. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കാണിച്ചിട്ട് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ഇവിടെ നല്ല ക്രൗഡഡാണ്, കുട്ടികൾ ധാരാളമുണ്ട്. അതുപോലെ തന്നെ 4 സൈഡിലും ലൈഫ് ഗാർഡ്സ് ഉണ്ട്. കാരണം ചില ഏരിയയിൽ കുട്ടികളോട് അധികം ഇറങ്ങണ്ട വെള്ളത്തിലെന്ന് പറയാറുണ്ട്. അപ്പോൾ ലൈഫ് ഗാർഡ്സ് 2 സൈഡിലും വാച്ചാനിരിപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിന് ചുറ്റും ഒന്ന് നടന്ന് ഇവിടുത്തെ വിഷ്വൽ കാണാം. കേരളത്തിലെ ബീച്ചിനെക്കാട്ടിലും വളരെ ഡിഫറെൻ്റാണ് അമേരിക്കയിലെ ബീച്ചുകളെല്ലാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ അവരുടെ എൻജോയ്മെൻറ്റ്, അവരുടെ വീക്കെൻഡ് ഒക്കെ സ്പെൻഡ് ചെയ്യുന്ന പ്ലേസാണ് ബീച്ച്. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം പോന്നോളൂ. നമുക്ക് ലോങ് ഐലൻഡിലെ സെൻറ്റ് ജോൺസ് ബീച്ചിൽ നമുക്കൊന്ന് നടന്ന് ഇവിടുത്തെ വിഷ്വൽ കണ്ടുവരാം. ബാക്ക്ഗ്രൗണ്ടിൽ ധാരാളം മ്യൂസിക് ഉള്ളതുകൊണ്ട് എനിക്ക് മ്യൂസിക് മാറ്റേണ്ടതായിട്ട് വന്നു. ഇവിടെ ഫിഷർമാനും അവരുടെ മ്യൂസിക് സെക്ഷന് കൂടുന്നുണ്ട്. ബീച്ചിലിരിക്കുന്ന ആൾക്കാരുടെയും ധാരാളം മ്യൂസിക് ഉണ്ട്. അതുകൊണ്ട് അതൊരു കോപ്പിറൈറ്റ് കിട്ടാനൊരു ചാൻസ് ഉള്ളതുകൊണ്ട് ഞാനതൊക്കെ മ്യൂട്ടാക്കിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യൂ. സമ്മർ തുടങ്ങിയാൽ ബീച്ച് എപ്പോഴും ക്രൗഡഡാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യണത് ബീച്ചിലേക്കാണ്. നമ്മൾക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലും ഈവനിങ് 3 o'clock 4 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് ബീച്ചിൽ പോയാലും ഒരു 8 മണി 9 o'clock വരെ അവിടെ നമുക്ക് ആ ബീച്ചിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. അതുപോലെ ലൈഫ് ഗാർഡ് 24 hours അവിടെ ഉണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയണ്ട. പിന്നെ പ്രത്യേകിച്ചുള്ള സ്പോട്ടിൽ അവർ പ്രത്യേകം പറയും ഇന്ന സെക്ഷനിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ളത്. ഭയങ്കര ക്രൗഡാണ്. സമ്മറിലാണ് ഏറ്റവും കൂടുതൽ ബീച്ച് ക്രൗഡാകുന്നത്. എല്ലാ ബീച്ചുകളും ഇതേപോലെ ക്രൗഡഡാണ്. വീക്കെൻഡിലായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ബീച്ചിൽ വരുന്നത്. അപ്പോൾ
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് give me the valuable comments, and I will see you in my next video next week. Bye guys.